ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ സർവീസ് നടത്തുന്ന ഓട്ടോകൾക്ക് ആപ്പ് വഴി രജിസ്ട്രേഷനും ഡ്രൈവർമാർക്ക് ബാഡ്ജും നൽകുന്ന പദ്ധതി ആരംഭിച്ചു. ടൗണിലെ ഗതാഗതക്കുരുക്ക് കുറയ്ക്കാനും അനധികൃത ഓട്ടോ ടാക്സികളെ നിയന്ത്രിക്കാനും ഗ്രാമപഞ്ചായത്തും വേങ്ങര പോലീസും സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. നിലവിൽ വേങ്ങര ടൗണിൽ മാത്രമായി 1000-ഓളം ഓട്ടോറിക്ഷകളാണ് സർവീസ് നടത്തുന്നത്. ഇവയിൽ 314 ഓട്ടോ ജീവനക്കാർക്കാണ് കഴിഞ്ഞ ദിവസം ബാഡ്ജുകൾ നൽകിയത്. ആപ്പ് വഴി അപേക്ഷിക്കുന്ന ഡ്രൈവർമാർക്കായിരിക്കും ഇനി മുതൽ ഹാൾട്ടിംഗ് പെർമിറ്റ് അനുവദിക്കുക. വണ്ടി വിൽക്കുകയോ കൈമാറ്റം ചെയ്യുകയോ ചെയ്താൽ പെർമിറ്റ് കട്ടാവും. പുതിയ വണ്ടിയുടെ പേരിൽ അതേ ഡ്രൈവർക്ക് പെർമിറ്റ് പുതുക്കി നൽകാനും സൗകര്യമുണ്ട്. വ്യാപാര ഭവനിൽ നടന്ന ബാഡ്ജ് വിതരണ ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് KP ഹസീന ഫസൽ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്ഥിര സമിതി അധ്യക്ഷൻ AK സലീം അധ്യക്ഷനായി. SI TD ബിജു ട്രാഫിക് ബോധവൽക്കരണ ക്ലാസും CPO റിൻഷാദ് ആപ്പ് വിശദീകരണവും നടത്തി. വേങ്ങര ടൗണിൽ ഈ പരിഷ്കാരം നടപ്പിലാക്കിയ താമസം എത്രയും പെട്ടെന്ന് ഇവിടെ ഓടേണ്ട എല്ലാ വണ്ടികളും ഈ സംവിധാനത്തിലേക്ക് മാറാൻ വേണ്ടി നിങ്ങളുടെ സഹകരണമാണ്. അപ്പൊ നിങ്ങളുടെ കൂടെ ഉള്ളവരെ നിങ്ങളത് പറഞ്ഞു മനസ്സിലാക്കി എല്ലാവരും ഈ ആപ്പ് ഉപയോഗിച്ച് തന്നിട്ടുള്ള നമ്പർ ഇപ്പം ഒന്നോട്ട് ആ സീരിയലായിട്ട് 1 തൊട്ട് 314 വരെയുള്ള നമ്പറുകളായിരിക്കും നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. അതിപ്പം കൃഷി ചെയ്യും. തുടർന്ന് ബാക്കിയുള്ള വണ്ടികൾ ഓടണമെങ്കിൽ ഇത് പ്രകാരം രജിസ്റ്റർ ചെയ്യുകയും ഇപ്പൊ നമ്മൾ നിലവിൽ സിനിമകളുടെ താഴെത്തൊട്ട് നമ്മുടെ പഞ്ചായത്ത് തുടങ്ങുന്ന താഴെത്തൊട്ട് വേങ്ങര അങ്ങാടി താഴെങ്ങാടി വരെയുള്ള ഭാഗങ്ങളിലാണ് ഇപ്പൊ പാർക്കിംഗ് ഏരിയകൾ കൊടുത്തിട്ടുള്ളത്. വേങ്ങരയുടെ മറ്റു ഭാഗങ്ങളിലും ഇതുപോലെ വാഹനങ്ങളുണ്ട്. അതും സാവകാശം നമ്മൾ ഈ സംവിധാനത്തിലേക്ക് കൊണ്ടുവരാം. പഞ്ചായത്ത് അംഗങ്ങളായ കുറുക്കൻ മുഹമ്മദ്, CP ഖാദർ, ചോലിക്കൻ റഫീഖ് മൊയ്തീൻ, T കരീം, തൊഴിലാളി യൂണിയൻ പ്രതിനിധികളായ TV ഇക്ബാൽ, PK അബു താഹിർ, MA അസീസ്, P പത്മനാഭൻ, TP ഇസ്മായിൽ, വ്യാപാരി പ്രതിനിധി P അസീസ് ഹാജി, ഡ്രൈവേഴ്സ് യൂണിയൻ നേതാക്കളായ KPK തങ്ങൾ, C വേലായുധൻ, K അഫ്സൽ, VT അലി, സെക്രട്ടറി PK വനജ, TP നിസാർ തുടങ്ങിയവർ സംബന്ധിച്ചു. CTV ന്യൂസ് വേങ്ങര. Chamano International Jewelers, traditionally trusted for 160 years.